ദക്ഷിണ ഭാഗീരഥിയായ പുണ്യവാഹിനി പമ്പ അരമണി ചാർത്തുന്ന മേലുകര. അഭീഷ്ടവരദായിനിയായ പുതിയകാവിലമ്മയുടെയും ആപദ്ബാന്ധവനായ സാക്ഷാൽ പാർത്ഥസാരഥിയുടെയും അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങിയ നാട്. സാംസ്കാരികമായി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന, കേരള ചരിത്രത്തിൽ തന്നെ വലിയ രീതിയിൽ അടയാളപ്പെട്ടിട്ടുള്ള ഒരു മധ്യ തിരുവിതാംകൂർ ഗ്രാമമാണ് ഈ മേലുകര. 13-ാം നൂറ്റാണ്ടിൽ വിരചിതമായത് എന്ന് കരുതുന്ന തിരുനിഴൽമാലയിൽ ആറന്മുള ബ്രാഹ്മൺ സെറ്റിൽമെൻറ്റിൻ്റെ വിശദമായ വർണ്ണനയുണ്ട്. ആറന്മുളയുടെ ഭൂമിശാസ്ത്രം അതിൽ വിവരിക്കുന്നുണ്ട്. ആറന്മുള 10 ചേരികൾ ഉള്ള ഗ്രാമമാണെന്ന് തിരുനിഴൽമാലയിൽ പറയുന്നുണ്ട്. അതിൽ പുറം ചേരിയിൽപ്പെട്ട ഒരു ചേരിയായി മേലുകര അടയാളപ്പെടുന്നു. തിരുനിഴൽമാലയിൽ മേലുവ എന്നാണ് പറയുന്നതെങ്കിൽ പിന്നീട് ഈ ഗ്രാമത്തിൻ്റെ പേര് ഏതോ കാലത്ത് മേലുകര എന്നായി മാറി. തിരുനിഴൽമാലയിൽ പറയുന്ന പുറം ചേരികളുടെ ഒരു പ്രത്യേകത അത് അയിരൂർ സ്വരൂപത്തിൻ്റെ കീഴിൽ അമർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാകാം പിന്നീട് അയിരൂർ പുതിയകാവിലെ കരക്കൂട്ടായ്മകളുടെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ഒരു കരയായിട്ട് മേലുകര മാറുന്നുണ്ട്. അയിരൂർ പുതിയകാവിൽ നടന്നു പോന്നിരുന്ന വിഖ്യാതമായ പടയണി ഉത്സവത്തിൽ രേവതി നാളെന്ന കെട്ടുകാഴ്ചയിൽ മേലുകരയുടെ പട്ടാഴി കുതിര ഒരു കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്നു. ഇപ്പോഴും അവിടെ നടക്കുന്ന 101 കലത്തിലും അതുപോലെ തന്നെ ആപ്പണ്ടി എഴുന്നള്ളത്തിലും ഒരു അംഗകര എന്ന നിലയിൽ ഈ കരക്കാർ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ആറന്മുള വള്ളംകളിയുടെ ഉത്ഭവം കാട്ടൂരിൽ നിന്ന് പുറപ്പെടുന്ന തിരുവോണത്തോണിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ തിരുവോണത്തോണി ആറന്മുളയിലേക്ക് പോകുന്ന വഴിത്താരയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തിരുവോണ തോണിയുമായി ബന്ധപ്പെട്ട് പള്ളിയോടങ്ങൾ ഉത്ഭവിക്കുന്ന കാലത്ത് തന്നെ മേലുകരയിലും പള്ളിയോടം ഉണ്ടായി എന്ന് നമുക്ക് കരുതാവുന്നതാണ്. അങ്ങനെ അനുമാനിക്കുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ ഈ തിരുവോണത്തോണി ആറന്മുളയിലേക്ക് പോകുന്ന ഉത്രാട രാത്രിയിൽ ആ തിരുവോണത്തോണി അടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മേലുകര. ഇവിടെ വള്ളപ്പര കടവിൽ, മനക്കൽ കടവിൽ തിരുവോണത്തോണി അടുക്കുകയും ഈ കാഞ്ഞിരമൺ വെച്ചൂർ മനക്കൽ വീട്ടുകാരുടെ നേതൃത്വത്തിൽ കരക്കാരെല്ലാം കൂടെ ചേർന്ന് തിരുവോണത്തോണിക്ക് വലിയ വരവേൽപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആറന്മുളയുമായും ആറന്മുള ക്ഷേത്രവുമായിട്ടും അയിരൂർ പുതിയകാവ് ക്ഷേത്രവുമായിട്ടും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കരയാണ് മേലുകര. പിന്നീട് മേലുകരയുടെ വലിയ പ്രാധാന്യം വരുന്നത് നവോത്ഥാന കാലത്താണ്. നവോത്ഥാന കാലത്ത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത രക്തസാക്ഷിയായ ചിറ്റേടത്ത് ശങ്കുപിള്ള ജനിച്ചതും അദ്ദേഹം ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ട് അവസാനം വീട്ടിൽ വന്നാണ് ജീവൻ വെടിയുന്നത്. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലവും അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും മേലുകരയിലാണ്. അങ്ങനെ ഇവിടുത്തെ സാമൂഹിക വിപ്ലവത്തിന് വലിയ പ്രധാനപ്പെട്ട ഏടായ വൈക്കം സത്യാഗ്രഹത്തിലെ രക്തസാക്ഷി പിറന്ന് മരിച്ച ഗ്രാമം എന്നുള്ള നിലയിൽ മേലുകരയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ 19-20 നൂറ്റാണ്ട് ഒക്കെ ആകുമ്പോഴേക്കും മേലുകരയോട് ചേർന്ന് കിടക്കുന്ന കോഴഞ്ചേരി ഒരു പട്ടണമായിട്ട് മാറുന്നുണ്ട്. ആ കോഴഞ്ചേരി പട്ടണത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് കുറുന്തോട്ടിക്കൽ അച്ഛൻ എന്ന് പറയുന്ന മർത്തോമ സഭയിലെ ഒരു വൈദികനായിരുന്നു. ഈ കുറുന്തോട്ടിക്കൽ അച്ഛൻ്റെ സ്ഥലവും മേലുകരയാണ്. കോഴഞ്ചേരി സെൻറ്റ് തോമസ് കോളേജും കോഴഞ്ചേരിയിലെ സ്കൂളുകളും ഇവിടുത്തെ ITIയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുടക്കം കുറിച്ചുകൊണ്ട് ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ച കുറുന്തോട്ടിക്കൽ അച്ഛൻ മേലുകര സ്വദേശിയാണ്. അതിനുശേഷം മേലുകരയിൽ ആരംഭകാലത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി ഒരു കാലത്ത് മധ്യ തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും കൂടുതൽ പുസ്തകമുള്ള ലൈബ്രറിയാണ്. ഇന്നും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ വൈദ്യ പരമ്പരയെക്കുറിച്ചാണ്. മേലുകരയിൽ കാഞ്ഞിരമൺ വൈദ്യന്മാർ അതിപ്രശസ്തരായിരുന്നു. പ്രാചീന കാലത്ത് കൊട്ടാരം വൈദ്യന്മാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ലാട വൈദ്യം അറിയാവുന്ന ആളുകൾ
ഇവരുടെ കൂട്ടത്തിൽ പ്രാചീന കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ലാട ഗുരുവിനെ ആരാധിക്കുന്ന ഒരു പാരമ്പര്യം കൂടി ഇവിടെയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട എടുത്തു പറയാവുന്ന മേലുകരയിലെ ഒരു കാര്യം ഇവിടുത്തെ കലാപാരമ്പര്യമാണ്. മേലുകരയിൽ കഥകളിയുടെ തുടക്കകാലം തൊട്ട് തന്നെ ഒരു കഥകളി സംഘം ഉണ്ടായിരുന്നു. ഇവിടെ സ്വന്തമായിട്ട് തന്നെ ആട്ടക്കോപ്പ് ഉണ്ടായിരുന്നു. മേലുകരയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം കക്കുഴിക്കാവ് ആയിരുന്നു. അവിടുത്തെ ദേവിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ദേവി നടയിലായിരുന്നു ആദ്യകാലത്ത് കഥകളിയും സംഗീത പരിപാടികളുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് കാലാന്തരത്തിൽ ആ ദേവിയെ മേലുകര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് അവിടേക്ക് ആവാഹിച്ചുകൊണ്ട് ഇപ്പോൾ ദേവി ഇരിക്കുന്നത് അവിടെയാണ്. ഒരുപാട് പ്രാചീന കാലത്തെ ഒരുപാട് കഥകളി നടന്മാരെയും ഗായകരെയും ഒക്കെ സംഭാവന ചെയ്ത സ്ഥലം കൂടിയാണിത്. മേലുകര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും മേലുകര ധർമ്മശാസ്ത്ര ക്ഷേത്രവും ആണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ ആരാധനാലയങ്ങൾ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. അതേപോലെ തന്നെ ഈ പാലമ്പലയനെ ആരാധിക്കുന്ന നായർ തറവാട് എന്ന നിലയിൽ പ്രസിദ്ധമായ, നേരത്തെ പറഞ്ഞ ചിറ്റയെടുത്ത് ശങ്കുപിള്ളയ്ക്കൊക്കെ ജന്മം കൊടുത്ത ചിറ്റയെടുത്ത് കുടുംബത്തിൻ്റെ ആസ്ഥാന കേന്ദ്രം എന്ന് പറയുന്നത് മേലുകരയാണ്. അത് പമ്പ തീരത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വള്ളംകളിയുമായി ബന്ധിപ്പിച്ചുള്ള മേലുകരയുടെ പാരമ്പര്യം തന്നെയാണ്. ആറന്മുളയിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ വഞ്ചിപ്പാട്ടുകാരും അമരക്കാരും ഒക്കെ എക്കാലത്തും മേലുകരയിലുണ്ടായിരുന്നു. പല അമരക്കാരും നാട്ട ലെജൻഡുകളാണ്. അതേപോലെ തന്നെ പാട്ടുകാരും. ഇപ്പോഴും ആ പാരമ്പര്യത്തിന് മാറ്റമില്ല. കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് നേടിയ 2 വഞ്ചിപ്പാട്ട് ആശാന്മാരുള്ള ആറന്മുളയിലെ ഏക കരയാണ് മേലുകര. അതേപോലെ തന്നെ ഈ ആറന്മുള വള്ളംകളിയിൽ മേലുകര പള്ളിയോടത്തിൻ്റെ പ്രകടനങ്ങളിൽ എടുത്തു പറയേണ്ടതാണ്. ഒരു കാലത്ത് മത്സര വള്ളംകളി അല്ലായിരുന്നു അവിടെ. ആറന്മുളയിൽ ഉത്രട്ടാതി നടന്ന് തൊഴുതതിന് ശേഷം തിരിച്ച് ഈ വള്ളങ്ങൾ മുകളിലോട്ടായിരുന്നു മത്സരിക്കുന്നത്. ആ കാലത്തൊക്കെ മേലുകരയെ വെല്ലാൻ മറ്റൊരു പള്ളിയോടം ഇല്ലായിരുന്നു എന്നാണ് പ്രാചീന വളരെ പ്രായമായ ആളുകൾ പറയുന്നത്. പിന്നീട് 1972 തൊട്ട് ആറന്മുളയിൽ മത്സര വള്ളംകളി ആരംഭിച്ചപ്പോൾ ആ വർഷം 1ാം സമ്മാനം നേടിയത് മേലുകരയാണ്. അത് ഈ തിരുത്താനാവാത്ത ഒരു റെക്കോർഡാണ്. പിന്നീട് 7 പ്രാവശ്യമാണ് മേലുകര പള്ളിയോടത്തിന് മന്നൻ ട്രോഫി ലഭിച്ചത്. ഏറ്റവും കൂടുതൽ മന്നൻ ട്രോഫി എ ബാച്ചിൽ കിട്ടിയ കരകളിൽ ഒന്നാണ്. ഇപ്പോൾ ഇനിയും അടുത്ത ഒരു മന്നൻ ട്രോഫി കിട്ടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മന്നൻ ട്രോഫി കിട്ടിയ കരയോടൊപ്പം എത്തും. അതിനുള്ള കഠിന പരിശ്രമത്തിലാണ് ഇവിടുത്തെ തുഴച്ചിൽക്കാർ. സുസജ്ജമായ ഒരു തുഴച്ചിൽ സംഘം ഇവിടെയുണ്ട്. അവർ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം പുതിയ രീതിയിൽ റാമ്പിൽ നിരന്തര പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടീം ഇവിടെയുണ്ട്. അപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ മേലുകരയുടെ ഈ ആത്മാവെന്ന് പറയുന്നത് വള്ളംകളിയുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒരു ചെറിയ കരയാണിത്. 150ഓളം വീടുകൾ മാത്രമാണ് ഉള്ളത്. അതിൽ ഹിന്ദു സമുദായത്തിലെ വിവിധ ജാതിക്കാരും പ്രധാനമായിട്ടും ക്രിസ്ത്യൻ സമുദായം, അതിൽ തന്നെ വിശേഷിച്ച് മർത്തോമ സഭയിലുള്ളവരുമാണ് കൂടുതൽ ഈ കരയിലുള്ളത്. ഇവരെല്ലാവരും ഈ കരയിലുള്ള എല്ലാ ആളുകളും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് പള്ളിയോടത്തിൻ്റെ കാര്യത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഒരു ചെറിയ കരയായിട്ടും പള്ളിയോടം കാലാകാലങ്ങളിൽ പുനർനിർമ്മിക്കാനും പുതിയ പള്ളിയോടങ്ങൾ വെക്കാനാണെങ്കിലും അതുപോലെ ഇതിൻ്റെ കേടുപാടുകൾ നോക്കി പുനരുദ്ധരിക്കാനും വലിയ ജാഗ്രത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അതാണ് നടക്കുന്നത്. 2011 പണിത പള്ളിയോടത്തിന് ചില വൈകല്യങ്ങളുണ്ട്, ചോർച്ചയൊക്കെ ഉണ്ട് എന്ന് കണ്ടിട്ട് അതിൻ്റെ തകരാറുകൾ പരിശോധിച്ചിട്ട് സമഗ്രമായിട്ട് വള്ളം അഴിച്ച് പണിയുകയാണ്. ഏരാവ് മാതാവ് മാത്രം നിലനിർത്തിക്കൊണ്ട് വള്ളത്തിൻ്റെ വില്ല്, വങ്കുകൾ, അതേപോലെ തന്നെ അതിൻ്റെ അമരം, കോത് ഇതെല്ലാം പുനർനിർമ്മിക്കുകയാണ്. ഏതാണ്ട് 5 മാസമായിട്ട് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയോടങ്ങൾ നിർമ്മിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശില്പിയായ ചങ്ങങ്കരി വേണുആചാര്യയുടെ നേതൃത്വത്തിൽ 700-ലധികം തടി തച്ചും 400-ലധികം ഇരുമ്പ് പണിക്കാരുടെ തച്ചും ഏതാണ്ട് 250-ൽ കൂടുതൽ അറപ്പ് തച്ചുമാണ് ഈ പണിക്കായിട്ടുള്ളത്. 30 ലക്ഷത്തിലധികം രൂപ ചെലവാക്കിക്കൊണ്ടാണ് ഈ പള്ളിയോടം നിർമ്മിക്കുന്നത്. ഏറ്റവും നീളമുള്ള പള്ളിയോടമായി മേലുകര മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 52 കോൽ നീളം ആറന്മുളയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യമായിട്ടാണ് ഇത്രയും നീളമുള്ള ഒരു പള്ളിയോടം ആറന്മുളയിൽ എത്താൻ പോകുന്നത്.
ഘടനാപരമായിട്ടും പള്ളിയോടത്തിന് ചില മാറ്റങ്ങൾ വരുന്നിട്ടുണ്ട്. 72 ഉടമയുണ്ടായിരുന്ന പള്ളിയോടം 72 അങ്കുലം ഉടമയിൽ നിന്ന് പള്ളിയോടം 64 അങ്കുലത്തിലേക്ക് ചുരുക്കുന്നുണ്ട്. അതേസമയം തന്നെ അമരവും ഒക്കെ പുതിയ രീതിയിൽ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും പ്രാചീന രീതിയിലുള്ള അമരം വരുന്നു. ആ അമരം നിർമ്മിക്കുന്നത് പഴയ കാലത്തെ പോലെ വെള്ളക്കുമ്പിൾ തടിയിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ പഴയ കാലത്ത് ഈ പള്ളിയോടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വെള്ളി അമരച്ചാർത്ത് മേലേരിയയിൽ ഉണ്ടായിരുന്നു. അത് അതേപടി വീണ്ടും പുനർജീവിക്കുന്നുണ്ട് ഈ വർഷം. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുമായി ആറന്മുളയിലെ പള്ളിയോട സംസ്കൃതിയിലേക്ക് ഈ വർഷം മേലുകര എത്തുകയാണ്. കരക്കാരും മറ്റ് പള്ളിയോട പ്രേമികളും മറ്റ് കരക്കാരും എല്ലാം വലിയ ആകാംക്ഷയോടെ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ഈ മാലിപ്പുര കടവിലേക്ക് പള്ളിയോട സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ വള്ളം പുതിയ വള്ളം എന്ന് പറയാൻ പറ്റില്ല, പുതുക്കിപ്പണിയാണ്. ഈ വള്ളത്തിന് പഴയ വള്ളത്തിന് 72 അങ്കുലം ഉടമ ഉള്ള വള്ളമായിരുന്നു. അത് ഇപ്പോൾ ഒതുക്കി വള്ളത്തിൻ്റെ ഉടമ ഒതുക്കി പോകാണ്ടിരിക്കുക. ഏരാവ് മാതാവ് നിർത്തിക്കൊണ്ട് ചില്ലോരായം, വങ്ക്, ചുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പൂത്തനായിട്ട് വന്നു പുതിയ വള്ളത്തിൻ്റെ അച്ചിട്ട് അതേ രീതിയിലാണ് വള്ളത്തിൻ്റെ പണികൾ നടത്തുന്നത്. ഇതിപ്പം ആറന്മുളയിലുള്ള വള്ളങ്ങളിൽ ഏറ്റവും നീളം കൂടിയ വള്ളമായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അമരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുമ്പിളിൻ്റെ തടിയാണ്. ഇതിൻ്റെ അമരത്തിൻ്റെ അടുക്കുവലയും തൊപ്പിപ്പല ഇതെല്ലാം കുമ്പിളിൻ്റെ തടിയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വള്ളം ആഗസ്റ്റ് മാസം 14-ാം തീയതി രാവിലെ 9:30 ശേഷം ഇറക്കത്തക്ക രീതിയിൽ പണികൾ അതിനെ നീക്കിക്കൊണ്ടിരിക്കുക. മേലിര പള്ളിയോടത്തിൻ്റെ പുനർനിർമ്മാണം കഴിഞ്ഞ് ഈ ഓഗസ്റ്റ് 14-ാം തീയതി നീറ്റിറക്കുകയാണ്. മേലൂര കരയെപ്പറ്റി പറയുമ്പോൾ ആറന്മുളയുമായിട്ടും പുതിയാവിലമ്മയുമായിട്ടും ബന്ധപ്പെട്ട് അതേ അതീവമായ പൈതൃകം സൂക്ഷിക്കുന്ന ഒരു കരയാണ്. അതായത് ഈ ഏറ്റവും അച്ചടക്കത്തോടെയും നല്ല രീതിയിലും വള്ളം തുഴഞ്ഞ് ഈ കിഴക്കൻ മേഖലയിൽ നിന്ന് പോകുന്ന ഏബാച്ച് വള്ളങ്ങളിൽ ഏറ്റവും കൂടുതൽ ട്രോഫി വാങ്ങിച്ചിട്ടുള്ളത് മേലുകരയാണ്. അതായത് ആദ്യം കല്ലുപാലം സ്വർണ്ണ ചുണ്ടൻ വള്ളം കിട്ടിയത് 72 മത്സരവള്ളം കളി വെച്ചപ്പോൾ മേലുകരയ്ക്കാണ് കിട്ടിയത്. അതിനുശേഷം 8 തവണ 2ാം സ്ഥാനവും 4 തവണ 3ാം സ്ഥാനവും കിട്ടിയിട്ടുണ്ട്. 7 തവണ മന്നൻ ട്രോഫി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ വള്ളം ഇറക്കുന്നതിൻ്റെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരയുടെ പൂർവ്വസൂരികളായിട്ടുള്ള ആൾക്കാർ അതുപോലുള്ള ഈ വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. അവരാണ് ഇത് മുന്നോട്ട് നയിച്ചത്. 57-ലാണ് പുതിയ ഓർമ്മകളിലുള്ള വള്ളം പണിഞ്ഞിരുന്നത്. ആ വള്ളം പണി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു യുവ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അന്ന് അത് ഈ ഗോതമ്പിള്ള സാറ്, കുണ്ടൂരിലെ ഗോപാല കൊച്ചാട്ടന്, ഈ മൂത്തപ്പത്തെ രാഘവൻപിള്ള ചേട്ടൻ അടക്കമുള്ള ആൾക്കാരായിരുന്നു അതിന് മാർഗനിർദ്ദേശികളായിട്ട് നിന്നതും മുന്നിൽ നിന്നതും. അതിനുശേഷം വള്ളം ഈ 89-ൽ വീണ്ടും പുതുക്കി പണിഞ്ഞായിരുന്നു. അന്ന് ഒഴുക്കിപ്പെട്ട വള്ളം പൊടിഞ്ഞു പോയായിരുന്നു. അന്ന് മണിച്ചേട്ടൻ ബാബുലാൽ എന്ന് പറയും, വളശ്ശേരിയിലെ ബാബുലാലും പിന്നെ രായൻചേട്ടൻ മൂത്തമ്മത്തും ഒക്കെ ആയിരുന്നു അതിൻ്റെ നിർണായക സ്ഥാനത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തത്. അതിനുശേഷം 2011-ലും ഈ പുതിയ വള്ളം വെച്ചു. അന്നും ഇതേ ആൾക്കാർ തന്നെ അതിൻ്റെ അകത്ത് ഈ ഞാനടക്കമുള്ളവരുണ്ടായിരുന്നു, രാജേഷ് ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം കൂടെ ആയിരുന്നു, രാജൻചേട്ടൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ടീമായിരുന്നു നടത്തിയത്. ഈ വള്ളത്തിൻ്റെ ഈ പുതിയ വള്ളം പണിഞ്ഞ് 2011-ലാണ്. അതൊരു ഈ 2-3 ഈ കാരണങ്ങളാൽ വള്ളത്തിന് ചെറിയ അപാകതകളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യം അത് പുതുക്കി പണിയുന്നത്. അത് ഏരാവും മാതാവും ഈ ചില്ലവരെയും മാത്രം നിലനിർത്തിക്കൊണ്ട് പുതിയ വള്ളമാണ് പണിയുന്നത്. വങ്കുതടി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും അത് നല്ല തടിയായിരുന്നു. അതായത് 48 അടി നീളത്തിലാണ് വങ്കുതടി പിടിപ്പിച്ചിരിക്കുന്നത്. 3 തടിയാൽ ആണ് ആ കോതും വങ്കും അമരവും തീർത്തിരിക്കുന്നത്. പിന്നെ കുമ്പിള് കൊണ്ടാണ് അമരം. ഈ വള്ളത്തിൻ്റെ മാർഗദർശികളായിട്ടുള്ള ആൾക്കാരുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു വിജയം. ആ ഒരു സ്നേഹവും ഗുരുത്വവും എപ്പോഴും ഉണ്ട്. അതിലൊന്ന് വിസ്മരിക്കപ്പെടാത്തൊരു പേരാണ് നാഗത്തിൽ ശശിചേട്ടൻ്റെ. ഏറ്റവും വലിയ വഞ്ചിപ്പാട്ട് ആചാര്യനായിട്ട് ആറന്മുള അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം.
അങ്ങനെയുള്ള നല്ല ആൾക്കാർ, അതുപോലെ മൂത്തപ്പൻ്റെ രായൻചേട്ടൻ കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളിലും ഇപ്പം ഈ ഇതിൽ പ്രായത്തിൻ്റെ ഇതിലും സ്ഥലത്തില്ലാത്തത് കൊണ്ടും വരുന്നുണ്ടെങ്കിൽ പോലും ഈ പഴയ കാലങ്ങളിലെല്ലാം ഇവരെല്ലാം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും വിസ്മരിക്കപ്പെടുന്ന കാര്യങ്ങളല്ല. ഈ കരയുടെ ഒരു ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൻ്റെ തൊട്ടുള്ള ആൾക്കാരുടെ ഈ സ്നേഹവും ഈ നമ്മളോടുള്ള കരയോടുള്ള ആഭിമുഖ്യം കൊണ്ടാണ്. ഈ വിസ്മരിക്കപ്പെടാത്ത പേരുകളുണ്ട്, സ്മരണീയമായ പേരുകളുണ്ട്. അതിൻ്റെ അത് രാമകൃഷ്ണ വൈദ്യൻ, അത് പണ്ട് ഞങ്ങളുടെ വള്ളം വരുമ്പോൾ വെള്ളിനെറ്റിച്ചാർത്തുള്ള സമയത്ത് രാമകൃഷ്ണ വൈദ്യനായിരുന്നു ഒന്നാം നമ്പി പിടിക്കുന്നത്. അത് അപാര ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ ഈ അവിടെ നാനാജാതി മതസ്കരും ഒന്നിച്ചാണ് എല്ലാത്തിനും അവിടെ സഹകരിക്കുന്നത്. ഇപ്രാവശ്യം തന്നെ അതിൻ്റെ അത് ഫണ്ട് തന്നതും എല്ലാം നമ്മൾ പോലും ഉദ്ദേശിച്ചില്ല നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന്. പക്ഷേ അത് കൃത്യമായും നല്ല രീതിയിൽ ചെയ്തു. അത് ആ നാട്ടുകാരുടെ ഒരു ആർജവം. മേലുകര എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പേരെന്ന് പറഞ്ഞാൽ പോലെ അത് മുകളിലുള്ള കരയാണ്. മേലുകരയുമായിട്ട് പറഞ്ഞത് ഈ മുകളിലുള്ള കരയെന്നല്ല, സാംസ്കാരികമായിട്ട് മുകളിലുള്ള കരയാണ്. 2 MLA-മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ചിറ്റേത്ത് ചങ്കപ്പിള്ളെ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ജനിച്ച നാടാണ്. ഈ 3 ചുറ്റും നദി ഒഴുകുന്ന കരയാണ്. അതുപോലെ തന്നെ പണ്ട് മേലുകര, അയിരൂര്, കുറിയന്നൂര്, ചെറുപോലെ ഈ 4 വള്ളങ്ങളിൽ ഈ ഒന്നിച്ച് കിഴക്കൻ വള്ളങ്ങളിൽ ഇറങ്ങിപ്പോകുമ്പോൾ മധുക്കടവിലെ 4 പടി വരെ ഈ വെള്ളിമുത്തുകൾ വാരി വിതറിക്കൊണ്ടായിരുന്നു പോകുന്നത്. ഓളമടിക്കുമായിരുന്നു തിരുമാലകളെ പോലെ. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അത് നമ്മൾ ഇപ്രാവശ്യം സൂക്ഷിക്കും. എല്ലാ പകിട്ടോടെയും കിഴക്കൻ വെള്ളത്തിൻ്റെ പകിട്ടോടെ തന്നെയായിരിക്കും വള്ളം ഇറങ്ങുന്നത്. ഞാൻ എൻ്റെ ഒരു ജനറൽ കൺവീനറാണ്. കൃത്യമായും ഈ ഭഗവത് കടാക്ഷം കൊണ്ടും പുതിയാലമ്മയുടെ അനുഗ്രഹം കൊണ്ടും ഭംഗിയായിട്ട് തീരും, ഒരു പ്രശ്നം വരത്തില്ല എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മേലുകര പള്ളിയോട സംരക്ഷണ സമിതിയുടെ ഉടമസ്ഥയിലുള്ളതാണ്. 2011 പുതുതായി പണികഴിപ്പിച്ച പള്ളിയോടമാണ് ഇത്. കഴിഞ്ഞ വർഷം നമ്മുടെ പള്ളിയോടത്തിൻ്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ചില സാരമായ തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നമ്മുടെ നാട്ടിലെ പള്ളിയോട പ്രേമികളുടെ അഭിപ്രായം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പള്ളിയോടം ഇപ്പോൾ പുതുതായി പുതുക്കി പണിതിരിക്കുന്നത്. ചങ്ങങ്കരി വേണുവാചാര്യയുടെ നേതൃത്വത്തിലുള്ള 20ഓളം പ്രഗത്ഭരായ തച്ചന്മാരുടെ മേൽനോട്ടത്തിലാണ് വള്ളത്തിൻ്റെ പണികൾ പൂർത്തിയായിരിക്കുന്നത്. നമ്മുടെ പള്ളിയോടം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ നാടിൻ്റെ ആവേശവും അഭിമാനവുമാണ്. നമ്മുടെ നാടിൻ്റെ തന്നെ മതമൈത്രിയുടെയും മത സൗഹാർദ്ദത്തിൻ്റെയൊക്കെ പ്രതീകമാണ് ഈ പള്ളിയോടം. ഈ നാട്ടിലെ എല്ലാവിധ ബഹുജനങ്ങളുടെയും വളരെയധികം പിന്തുണയോടുകൂടിയാണ് ഈ പണി നമുക്ക് പൂർത്തിയാകാൻ സാധിച്ചിട്ടുള്ളത്. വരുന്ന ഓഗസ്റ്റ് 14 വള്ളം നമ്മൾ നീറ്റിലിറക്കിയാണ്. രാവിലെ 9:30-ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ വള്ളം നീരണിയും. അതുപോലെ തന്നെ ഈ വർഷത്തെ ഉത്രട്ടാതി ജലമേള, അയിരൂർ ചതയം ജലോത്സവം എല്ലാം നമ്മൾ പങ്കെടുക്കും. അതുപോലെ തന്നെ ആറന്മുളയുമായിട്ട് ബന്ധപ്പെട്ട് ആറന്മുളയുടെ ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ, വള്ളവുമായി ബന്ധപ്പെട്ട എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും അത് പരിപാലിക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധിക്കുന്നതും മുൻപന്തിയിൽ നിൽക്കുന്നതുമായ കരയാണ് മേലുകര. അപ്പം ഈ വർഷവും നമ്മൾ വള്ളസദ്യ വഴിപാടുകളൊക്കെ പങ്കെടുത്തുകൊണ്ട് വളരെ സജീവ സാന്നിധ്യമായി ആറന്മുളയിൽ നമ്മളുണ്ടാവും, മേലുകരയും ഉണ്ടാവും. കരക്കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ് മേലുകര പള്ളിയോടം. ദീർഘകാലമായി പള്ളിയോടമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള അവരുടെ ആശയ്ക്കും അഭിലാഷത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് നിർമ്മിച്ചതാണ്. അതായത് 1957 മേലുകര പള്ളിയോടം ഉണ്ടാകുന്നത്. അതിന് 30 വർഷത്തിന് മുമ്പ് പള്ളിയോടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അന്നത്തെ പള്ളിയോടങ്ങളിൽ മെച്ചപ്പെട്ട പള്ളിയോടമായിരുന്നു മേലുകര. മത്സരങ്ങളിലെല്ലാം തന്നെ മികവുറ്റ രീതിയിൽ ജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായി മത്സര ട്രോഫി ഏർപ്പെടുത്തി 1972 മേലുകര പള്ളിയോടമാണ് ട്രോഫി നേടിയത്. തുടർന്നും ഏതാണ്ട് 6-7 വർഷങ്ങളിൽ
ഒന്നാം സമ്മാനം കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ നാഡിയാണ് പള്ളിയോടം. പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ളവർ ഇതിൽ അവരുടെ കൈമെയ് കരുത്തുകൾ പ്രകടിപ്പിക്കുന്ന ഒരു വേദിയായിട്ടാണ് പള്ളിയോടത്തെ കരുതുന്നത്. അതിലൊക്കെ ഉപരിയായി ഈശ്വര സാന്നിധ്യം എപ്പോഴും പള്ളിയോടത്തിലുണ്ട് എന്നുള്ള വിശ്വാസവും ഈ പള്ളിയോടത്തെ ഈ നേട്ടത്തിലേക്ക് മാറ്റുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 50-ൽ പരം വർഷങ്ങളിലായി ഈ പള്ളിയോടത്തിൽ പാട്ടുപാടാനുള്ള അവസരം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. പല നിർണായക ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് മത്സരത്തിന് ഇവിടെ ആരോഗ്യത്തെ പോലും തിണവത്ഗണിച്ചുകൊണ്ടാണ് ഈ പള്ളിയോടത്തിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കൂടുള്ള കൂട്ടുകാരും നല്ല രീതിയിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു വ്യക്തിത്വം ശ്രീമാൻ VS ചന്ദ്രശേഖരപിള്ള XMLA അവർകളാണ്. വാസ്തവത്തിൽ എൻ്റെ ഒരു മാർഗദർശിയോടാണ്. അങ്ങേരെ സംബന്ധിച്ചിടത്തോളം ഈ വള്ളത്തിലെ ഏത് ജോലി ചെയ്യുന്നതിനും യാതൊരു മടിയുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പല പല നിർണായക ഘട്ടങ്ങളിലും പള്ളിയോടത്തിന് ആവേശം പകരുന്ന രീതിയിൽ പാട്ടുപാടാനും അമരം പിടിക്കാനും അതുപോലെ നിസ്സാരം വെള്ളം കോരാനും വരെ അങ്ങേര് തയ്യാറായിട്ടുണ്ട്. അങ്ങേരുടെ ഈ പ്രയത്നത്തെ എപ്പോഴും നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. 2025 മേലിര പള്ളിയോടം അണിഞ്ഞൊരുങ്ങുന്നത് വളരെയധികം സവിശേഷതകളോട് കൂടിയാണ്. അതിലെടുത്തു പറയേണ്ടത് കുമ്പിളിൽ തീർത്ഥാമരം, ഏറ്റവും നീളമേറിയ പള്ളിയോടം, പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വെള്ളി അമരച്ചാർത്തിൽ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. കൊടിയും പിന്നെ ഈ വർഷത്തെ ക്യാപ്റ്റനാകാൻ സാധിച്ചതിൽ തിരുവാറമ്മളപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ മേലിയര പള്ളിയോടം ഈ മാസം 14-ാം തീയതി നീരണിയാണ്. ഒട്ടേറെ സവിശേഷതകളും ആയിട്ടാണ് ഞങ്ങൾ ഈ വട്ടം വരുന്നത്. പഴയ പാരമ്പര്യ രീതിയിലുള്ള അമരവുമായിട്ടാണ്, കുമ്പിളിത്തടിയിൽ തീർത്ത അമരവുമായിട്ടാണ് ഞങ്ങൾ ഈ വട്ടം വരുന്നത്. അതിനോടൊപ്പം ഞങ്ങളുടെ പഴയ രീതിയിലുള്ള അമരച്ചാർത്തായ വെള്ളിയ അമരച്ചാർത്തിലോട്ട് ഞങ്ങൾ കൊണ്ടുവരികയാണ് ഈ വട്ടം. ഒട്ടേറെ പുതുമകളായിട്ട് പണിതിറങ്ങുന്ന ഈ വർഷം തന്നെ പള്ളിയോടത്തിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ തിരുവാളപ്പൻ്റെ അനുഗ്രഹത്താലാണെന്ന് വിശ്വസിച്ചുകൊള്ളുന്നു. മേലുകര പള്ളിയോടം 2011 പുതിയ പള്ളിയോടം പണിതിറങ്ങിയതിന് ശേഷം നമ്മൾ ഇക്കൊല്ലം 2025 ഒരു 90% പുതുക്കിയാണ് മേലുകര പള്ളിയോടം ഇറങ്ങുന്നത്. ഒരു കളിവള്ളം രീതിയിൽ തന്നെ ഒതുക്കി പണിഞ്ഞാണ് നമ്മൾ ഇറക്കുന്നത്. ഇത്തവണ സർവ്വവിധ സന്നാഹത്തോടും കൂടി മാക്സിമം കുട്ടികളെ എല്ലാം അണിനിരത്തിക്കൊണ്ട് നമ്മൾ ട്രയലൊക്കെ എടുത്ത് ട്രോഫി എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നേടണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇതുവരെ നാളിനേക്ക് 7 ട്രോഫിയോളം 12 ട്രോഫിയോളം നമ്മൾ നേടിയിട്ടുണ്ട്. 8ാമതൊരു ട്രോഫിയോടെ നേടുമ്പോൾ എ ബാച്ചിൽ ഏറ്റവും കൂടുതൽ ട്രോഫി നേടിയ ലിസ്റ്റിനൊപ്പം എത്തും നമ്മൾ. ഭഗവാൻ തിരുവാറമ്മളയപ്പൻ നമ്മളെല്ലാവരെയും അതിനായി കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേലിര പള്ളിയോടം ഈ വരുന്ന ആഗസ്റ്റ് 14-ാം തീയതി 9:30 നമ്മുടെ പുണ്യനദിയായ പമ്പാ തീരത്ത് നീരണിയുകയാണ്. അതിലേക്ക് ഈ പള്ളിയോട പ്രേമികളായ എല്ലാവരെയും നാം ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മേലിര വള്ളത്തിൽ 2 കൊല്ലമായിട്ട് എനിക്ക് ഒന്നാം അണനേമ്പ് പിടിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. മത്സരവള്ളംകളി ഉത്രട്ടാതി മത്സരവള്ളംകളി ഒന്നാം അണനേമ്പ് പിടിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതും തുടർന്നും ഉണ്ടാകട്ടെന്ന് അടുത്ത വർഷം ഈ വർഷം മന്നൻ ട്രോഫി കരസ്ഥമാക്കണമെന്നുള്ള നിശ്ചയത്തിൽ ഞങ്ങൾ ഈ വരുന്ന ആഗസ്റ്റ് 14-ാം തീയതി ഞങ്ങൾ നീരണിയുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ആറന്മുള പള്ളിയോടം എന്ന് പറയുന്നത് ഒരു സംസ്കൃതിയുടെ ഭാഗമാണ്. ആറന്മുളയിൽ 2 തരത്തിലുള്ള പള്ളിയോടങ്ങളാണ് ഉള്ളത്. ഒന്ന് എ ബാച്ചും മറ്റൊരു ബി ബാച്ചും. മേലുകര പള്ളിയോടം എന്ന് പറയുന്നത് എ ബാച്ചിൽ പെടുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പുതുക്കി പണിത് ഇറക്കുന്ന ഈ പള്ളിയോടം എ ബാച്ചിൽ തന്നെ ഏറ്റവും നീളം കൂടിയ പള്ളിയോടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് മേലുകരയുടെ ആറന്മുളയിലൂടെ കരയിൽപ്പെട്ട, അതായത് ആറന്മുള ദേശത്തിൽപ്പെട്ട മേലുകരയുടെ ഒരു അഭിമാനമാണ് പള്ളിയോടം.
മറ്റ് കരക്കാർക്കും എല്ലാം അവരുടെ അഭിമാനം തന്നെയാണ് പള്ളിയോടം. അതുകൊണ്ട് തന്നെ ഒരു ജാതിമത ഭേദമന്യേ എല്ലാവരും ഉൾക്കൊണ്ട് ഒരു സംസ്കൃതിയുടെ ഭാഗമായി നിലകൊള്ളുന്നതാണ് പള്ളിയോടം. തിരുവാർമുളയപ്പന് അവൻ്റെ നടയിൽ ചെല്ലുക എന്ന് പറയുന്നത് ഇവിടുത്തെ ജനതയോടെ സംബന്ധിച്ചിടത്തോളം ജാതിയോ മതമോ ഒന്നും അവിടെ നോക്കാറില്ല. പിന്നെ കൂടാതെ ഇപ്രാവശ്യം ഈ പള്ളിയോടം വെള്ളി അമരച്ചാർത്തോടു കൂടിയാണ് ഇറങ്ങുന്നത്. അത് അത്യധികം ശോഭയോടുകൂടി തന്നെയാണ് ഉള്ളത്. ആചാരാനുഷ്ഠാനങ്ങൾക്ക് യാതൊരു നൂലിട പോലും വ്യത്യാസമില്ലാതെ ആചാരാനുഷ്ഠാനങ്ങൾ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് മേലേര പള്ളിയോടം ഇത്ര നാളും ആറന്മുളയിൽ വന്നിട്ടുള്ളതും വള്ളസദ്യ വഴിപാടുകളിൽ പങ്കെടുത്തിട്ടുള്ളതും ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. വളരെയധികം ശ്രദ്ധയോടുകൂടി വള്ളത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കാനും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുമുള്ള മുൻ പരിചയമുള്ള ഭരണാധികാരികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വന്യ ഗുരുക്കന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ ഗുരുത്വത്തോടു കൂടിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. 14-ാം തീയതി രാവിലെ 9:30 ശുഭമുഹൂർത്തത്തിൽ നീരണിയുകയാണ്. ഞങ്ങളുടെ പള്ളിയോടം ഈ മേലുകര പള്ളിയോടം വന്നത് ആറന്മുളയുടെ തന്നെ മാതൃകയായിരിക്കും. പള്ളിയോടങ്ങളുടെ ഉത്തമ മാതൃകയായിരിക്കും. ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റവും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അതോടുകൂടി തിരുവാർമുളയപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മേലുകര പള്ളിയോടം പുനരുദ്ധാരണം കഴിഞ്ഞ് നീരണിയുന്ന പള്ളിയോടത്തിന് ഓഗസ്റ്റ് 14-ാം തീയതിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ പള്ളിയോടത്തിന് ഞങ്ങളുടെ മേലുകര NSS വനിതാ സമാജത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ എൻ്റെ പ്രത്യേക ആശംസകളും സമാജത്തിൻ്റെ എല്ലാവരുടെയും ആശംസകളും പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു.